നമസ്കാരം, ഞാൻ ആൻമേരി ഡേവിസ്. സഭാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സഭാ വാർത്ത: യുക്രൈനിലേക്ക് പാപ്പയുടെ പ്രതിനിധി വീണ്ടും. റഷ്യയിൽ ഭീകരാക്രമണം, 20 പേർ മരിച്ചു, മരിച്ചവരിൽ ഒരു വൈദികനും. എല്ലാ ക്രൈസ്തവരും പാവങ്ങളുടെ സുഹൃത്തുക്കളാകണം, മാർപ്പാപ്പ. മാർ ജെയിംസ് പഴയാറ്റിൽ അന്തരിച്ചിട്ട് 8 വർഷം പൂർത്തിയാകുന്നു. മതബോധന ഫാമിലി സൺഡേ ആചരിച്ചു. വാർത്തകൾ വിശദമായി. യുക്രൈനിലേക്ക് പാപ്പയുടെ പ്രതിനിധി വീണ്ടും. യുദ്ധം മൂലം ദുരിതം അനുഭവിക്കുന്ന യുക്രൈനിലെ ജനങ്ങൾക്ക് വീണ്ടും വത്തിക്കാനിൽ നിന്ന് സഹായം. ഒട്ടനവധി ജീവൻ രക്ഷാ മരുന്നുകളും ഒരു ആംബുലൻസുമായി പാപ്പയുടെ പ്രതിനിധി കർദിനാൾ കോൺറാഡ് കേജ്സ്വസ്കി 2000 കിലോമീറ്റർ സഞ്ചരിച്ചു. യുക്രൈനിലെ തെർണോപ്പിലെത്തി. തീവ്ര ചികിത്സാ സൗകര്യമുള്ള മൊബൈൽ ആംബുലൻസും മരുന്നുകളും അവിടുത്തെ സെൻട്രൽ ആശുപത്രിക്ക് നൽകി. റഷ്യയിൽ ഭീകരാക്രമണം, 20 പേർ മരിച്ചു, മരിച്ചവരിൽ ഒരു വൈദികനും. റഷ്യൻ ഓർത്തഡോക്സ് സഭ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ജൂൺ 16 ഞായറാഴ്ച വടക്കേ കൗക്കാസ് മേഖലയിലുള്ള ദർബന്റ്, മക്കാക്കല നഗരങ്ങളിൽ യഹൂദ സിനഗോഗുകൾക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കും പോലീസിനും നേരെയാണ് ആയുധധാരികൾ വെടിയുതിർത്തത്. മരിച്ചവരിൽ ഓർത്തഡോക്സ് വൈദികനും 15 പോലീസുകാരും ഉണ്ട്. എല്ലാ ക്രൈസ്തവരും പാവങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്ന് മാർപ്പാപ്പ. എല്ലാ സാഹചര്യങ്ങളിലും പാവങ്ങളുടെ സുഹൃത്തുക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദിനാചരണത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച സന്ദേശത്തിലൂടെ അറിയിച്ചു. പാവങ്ങളുടെ കനിക എന്ന് സ്വയം പ്രഖ്യാപിച്ചു പരിശുദ്ധ മാതാവിന്റെ മാതൃക നാം ഓരോരുത്തരും സ്വീകരിക്കണം. നമുക്കിടയിലെ ഏറ്റവും എളിയരുമായി ഇടപെട്ടപ്പോഴെല്ലാം അവരോടും വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച യേശുവിന്റെ കാലിടകളാണ് നാം പിന്തുടരേണ്ടത്. ദൈവത്തിന്റെ സൗഹൃദം പാവപ്പെട്ടവർക്കും നൽകുന്നതിന് വീഴ്ച വരുത്തരുത്. ദൈവത്തിൽ നിന്നാണ് അവർ കരുത്ത് സ്വീകരിക്കുന്നത്. 2025 ജൂബിലി വർഷത്തിനൊരുക്കമായി ഈ വർഷം പ്രാർത്ഥനാ വർഷമായി ആചരിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർക്കൊപ്പം നിൽക്കണമെന്നും മാർപ്പാപ്പ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. മാർ ജെയിംസ് പഴയാറ്റിൽ ഓർമ്മയായിട്ട് 8 വർഷം പൂർത്തിയാകുന്നു. ഇരിഞ്ഞാലക്കുട രൂപത പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ അന്തരിച്ചിട്ട് 2024 ജൂലൈ 10 8 വർഷം പൂർത്തിയാകുന്നു. മാർ ജെയിംസ് പഴയാറ്റിൽ അനുസ്മരണ ദിനവും ഹൃദയ പാലിയേറ്റീവ് വാർഷികവും ബിഷപ്പ് ഹൗസിൽ ജൂലൈ 10 ആചരിക്കും. ഇരിഞ്ഞാലക്കുട രൂപതയുടെ ആദ്യ മെത്രാനായി 1978 സെപ്റ്റംബർ 10 അഭിഷിക്തനായ അദ്ദേഹം 32 വർഷങ്ങൾ രൂപതയെ നയിച്ചു. 2010 ഏപ്രിൽ 18 മെത്രാൻ പദവിയിൽ നിന്ന് വിരമിച്ചു. 2016 ജൂലൈ 10 തന്റെ 82-ാം വയസ്സിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ അന്തരിച്ചു. എല്ലാം ദൈവത്തിന്റെ ഉപരിമഹത്വത്തിന് എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് രൂപതയ്ക്ക് വേണ്ടി അദ്ദേഹം നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ചു. ഇനി ഇടവ വാർത്തകളിലേക്ക്. ഫാമിലി സൺഡേ ആചരിച്ചു. ഇടവക മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാറക്കടവ് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ ജൂൺ 30 ഞായറാഴ്ച ഫാമിലി സൺഡേ ആചരിച്ചു. ജെറുസലേം ധ്യാന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിജോ തയ്യാലിക്കൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആധുനിക ലോകത്ത് നവമാധ്യമങ്ങളുടെ സാധ്യതകൾക്കൊപ്പം വളരുന്ന ചതിക്കുഴികളെ കുറിച്ച് വ്യക്തമാക്കി. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിന്റെ പ്രധാന കാരണമെന്നും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനകളും ബലിയർപ്പണവുമാണ് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏകമാർഗമെന്നും അച്ഛൻ ഓർമ്മപ്പെടുത്തി. തുടർന്നുണ്ടായ ദിവ്യബലിയിലും ആരാധനയിലും മതബോധന വിദ്യാർത്ഥികൾ മാതാപിതാക്കളോടൊപ്പം സജീവമായി പങ്കെടുത്തു. കുടുംബത്തോടൊപ്പം ഒരുമിച്ച് പങ്കെടുത്ത ദിവ്യകാരുണ്യ ആരാധന നവ്യാനുഭവമായിരുന്നുവെന്ന് പങ്കെടുത്ത മാതാപിതാക്കളും കുട്ടികളും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. സഭാവാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.